നമ്മളിന്ന് ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് മഴയൊക്കെ ഒന്ന് തോന്നുന്നുണ്ട്. രാവിലെ ഭയങ്കര മഴയായിരുന്നു. ഇവിടെ ക്യാൻറ്റീനിലേക്ക് പോവാണ് കേട്ടോ. ക്യാൻറ്റീനിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ക്യാൻറ്റീൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങളങ്ങനെ ക്യാൻറ്റീനിൽ പോവാൻ റെഡിയായി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ അവരിതേ മെത്തയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ബർത്ത്ഡേ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെത്ത നോക്കണമെന്ന്. അന്നങ്ങനെ ഞങ്ങൾ 2 മെത്തയ്ക്കാണ് കേട്ടോ ഓർഡർ കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരിപ്പോൾ ഒരു മെത്ത മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അവരുടെ കയ്യിൽ സ്റ്റോക്കില്ലായിരുന്നു അത്രേ. അപ്പോൾ നമ്മൾ വാങ്ങിയത് സ്ലീപ്പ് ഹെഡിൻ്റെ മെത്തയാണ് കേട്ടോ. മെമ്മറി ഫോമാണ്. ഒരു മെത്ത 11,000 സംതിങ് ആയി കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ക്യൂൻ സൈസാണ്. 78x60 ആണ് കേട്ടോ. 5 ഇഞ്ച് ഹൈറ്റ് ഉള്ളത്. അപ്പം ഇതവർ പറയുന്നതെന്ന് വെച്ചാൽ എത്ര ഹൈറ്റ് കൂടുന്നു അത്രയും കംഫർട്ടാണെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 5 ഇഞ്ചിൻ്റെയാണ് വാങ്ങിയത്. പിന്നെ ഡബിൾ ഷെയ്ഡാണ് കേട്ടോ. ഒരു സൈഡ് വൈറ്റും ഒരു സൈഡ് ഒരു ഗ്രേ കളറുമാണ്. ഇതിൻ്റെ കൂടെ 2 പില്ലോയും ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ വാങ്ങിയത്. ഇനി ഒരെണ്ണം അവർക്ക് സ്റ്റോക്ക് വരുമ്പോൾ കൊണ്ടുതരാം എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. നമ്മളിങ്ങനെ വീട്ടിലേക്ക് ഓരോ സാധനങ്ങൾ നമ്മൾ തന്നെ നോക്കുന്നു, പർച്ചേസ് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കൊന്ന് വീട് വെച്ചതിനേക്കാളും കൂടുതൽ സന്തോഷം നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങളും വാങ്ങിയിടുമ്പോഴാണ്. നമ്മളങ്ങനെ ക്യാൻറ്റീൻ ഗേറ്റിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. അപ്പം അകത്ത് നമുക്ക് വീഡിയോ ഒന്നും അലൗഡ് അല്ല കേട്ടോ. അങ്ങനെ മെയിൻ ഗേറ്റിൽ നമ്മുടെ വണ്ടിയുടെ നമ്പരും പേരും എൻ്റർ ചെയ്യണം കേട്ടോ. അതിനുശേഷം നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അകത്തേക്ക് കയറിയപ്പം ചെയ്ത് കണ്ട് സൈഡ് ഫുള്ള് മാന്തോപ്പാണ് കേട്ടോ. അതായത് നമ്മളെല്ലാ തമിഴ്നാട്ടിലും ആന്ധ്രയിലേക്ക് ഒരു മാന്തോപ്പിൽ പോയി കയറില്ലേ, അതേ ഒരു ഫീല്. പിന്നെ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് പറയാൻ വേണ്ട കേട്ടോ. ഇഷ്ടം പോലെ മാങ്ങ പിടിച്ച് കിടപ്പുണ്ട്, നീളത്തിലും ഉരുണ്ടയൊക്കെ ആയിട്ട്. എൻ്റെ മക്കൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അവിടെ നിന്ന് മാങ്ങ പറിക്കണമെന്ന്. പക്ഷേ അതങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ പറിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പം നമ്മളങ്ങനെ അവിടുന്ന് നേരെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് താഴെ കാർഡൊക്കെ എൻ്റർ ചെയ്തു. എന്നിട്ട് അവിടുന്ന് നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറിപ്പോയി കേട്ടോ. അപ്പം അവിടെ എന്ന് വെച്ചാൽ ഫുള്ള് ഈ എന്താ പറയുന്നത് ഈ ബൾബും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾക്കാണെങ്കിൽ ഇതൊക്കെ നല്ല വിലക്കുറവിന് കിട്ടും. ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ നല്ല വിലക്കുറവാട്ടോ ക്യാൻറ്റീനിൽ വെളിയിലത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ. ഞങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഫാനും ലൈറ്റും ഒക്കെ വാങ്ങിയത്, വയറ് ഒക്കെ വാങ്ങിയത് ഇവിടെ നിന്നാണ് കേട്ടോ. അതുപോലെ TV, ഫ്രിഡ്ജ് ഒക്കെ വാങ്ങുമ്പോഴും എന്ത് ഇലക്ട്രിക് ഐറ്റം വാങ്ങിയാലും നല്ല വിലക്കുറവിൽ കിട്ടും. ഇലക്ട്രോണിക്സ് ഒക്കെ നല്ല വിലക്കുറവാണ്. അങ്ങനെ അവിടെ ഒന്നും വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ നേരെ താഴേക്ക് വന്നു കേട്ടോ. അപ്പം പിന്നെ വന്നിട്ടുള്ളത് സ്കൂളൊക്കെ തുറക്കാറായ കാരണം ബാഗിൻ്റെ സെക്ഷനാണ് കേട്ടോ. ബാഗും അതുപോലെ തന്നെയാണ് നമുക്ക് വെളിയിൽ നല്ല കമ്പനി ഐറ്റംസ് 1400, 1500 രൂപയ്ക്കൊക്കെ കിട്ടുന്ന സ്കൂൾ ബാഗില്ലേ, അത് ഒരു 500, 600 രൂപയ്ക്കൊക്കെ നല്ലത് കിട്ടും കേട്ടോ. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ, എൻ്റെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട് ഞങ്ങൾ. പക്ഷേ അതിൻ്റെ സിബൊന്നും പന്നലാവില്ല കേട്ടോ. 1 വർഷമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ കൂടിപ്പോയ 2 വർഷം, അത് കഴിയുമ്പോൾ അവർ പറഞ്ഞ് 2 വർഷം കൊണ്ട് കൊണ്ടു നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനി എനിക്ക് പുതിയത് വേണമെന്ന്. അതാണൊരു വിഷയം. അതല്ലാണ്ട് അത് സിബൊന്നും അങ്ങനെ പന്നലാവുകയില്ല കേട്ടോ, നല്ല ലാസ്റ്റ് ചെയ്യും. അപ്പോൾ 500, 600 രൂപയ്ക്കൊക്കെ നമുക്കത് കിട്ടും. പിന്നെ അതേ ഇരിക്കുന്നതൊക്കെ കാന്താരിയുടെ അച്ചാറൊക്കെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ സാധനമൊക്കെ വാങ്ങി ബില്ലൊക്കെ അടിച്ച് നേരെ വെളിയിൽ വന്നു കേട്ടോ. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാവേ. അങ്ങനെ നമ്മുടെ ക്യാൻറ്റീൻ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റിന് വെളിയിൽ പോവാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ, എല്ലാം ഒന്നും ഇല്ലായിരുന്നു നമ്മളിന്ന് വന്നപ്പോൾ. ദേ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ക്യാൻറ്റീൻ്റെ മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല, അവിടെ ഡ്യൂട്ടിക്ക് ആളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അവിടെ നിന്ന് പെട്രോൾ പമ്പിലോട്ട് കയറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിൽക്കുമ്പോഴാണ് പെട്രോളിന് വില കൂടിയത്. 114 രൂപ 89 പൈസയായിരുന്നു കേട്ടോ പെട്രോളിന് നാട്ടിൽ. ഇവിടെ ഡൽഹിയിൽ 102 രൂപ 12 പൈസയാണ് കേട്ടോ. ഈ ഒരു ഡിഫറൻസ് പെട്രോളിന് മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യത്തിനും ഉണ്ട്. നാടും ഡൽഹിയും തമ്മിൽ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ കയറിയത് HP പമ്പിലാണ് കേട്ടോ. അവിടെ ഇലക്ട്രിക് കാറിൻ്റെ ചാർജിങ് പോയിൻ്റൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പിന്നെ പപ്പ എടുത്ത് പോയി കേട്ടോ. 2 വർഷം കൊണ്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന് ഇപ്പം എൻ്റെ അടുത്ത് പറയുന്ന എടുത്തോണ്ടോ അലമാരിക്കകത്ത് വെച്ചിരുന്ന ഇലക്ട്രിക് കുക്കർ. അന്ന് അത് കൃത്യമായിട്ട് ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തതൊക്കെ. എന്നിട്ട് വേണം പപ്പ ചെയ്യുമ്പോൾ ഓടുന്നിട്ട് മിസ്റ്റർ പിള്ള പപ്പയ്ക്ക് വേണ്ടാത്തത് കൊണ്ട് കുക്കർ ഞാൻ കൊണ്ടുപോവാ. ഞാൻ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് വെച്ചേക്കോ. ഞാൻ 2 വർഷമായിട്ട് പോയിഞ്ഞായിട്ട് വെച്ചിരുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. നിങ്ങൾ അന്നേരം 2 വർഷം കിടക്കിയിട്ട് പോയി പിന്നെ അങ്ങനെ അവിടെ ഇഷ്ടപ്പെട്ടു. അത്ര തന്നെ. വെള്ള ഗൾഫിൽ നിന്ന് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് മൂവ് ആയിട്ടില്ലെന്നാ തോന്നുന്നത്.
അങ്ങനെ അവിടെ കയറി ഇലക്ട്രിക് കുക്കറൊക്കെ ഒന്ന് എടുത്തിട്ട് അപ്പോഴത്തേനും പപ്പ ചായയൊക്കെ ഇട്ട് അവിടെ പിന്നെ എപ്പോൾ ചെന്നാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കാണും കേട്ടോ. പപ്പയ്ക്ക് അവിടെ ഒരു സ്നാക്സ് ഇടുന്നൊരു ഡബ്ബയുണ്ട്. എപ്പോൾ പോയാലും എൻ്റെ മക്കൾ തപ്പുന്നതാണ് ആ ഡബ്ബ. അതിനകത്ത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ. കൊച്ചു കുട്ടിയോടാണൊക്കെ പപ്പ എപ്പോഴും ആ ഡബ്ബ ഇങ്ങനെ നിറച്ച് ഫില്ല് ചെയ്ത് വെച്ചേക്കും. അപ്പം ഇപ്രാവശ്യം ചെന്നപ്പം അതിൽ ഏത്തക്കാപ്പവും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഞങ്ങൾ ചെല്ലുമെന്ന് വിചാരിച്ച് വാങ്ങി വെച്ചിരുന്നതല്ല കേട്ടോ. പപ്പയ്ക്കും അമ്മൂമ്മയ്ക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരുന്നതാണ്. പപ്പയ്ക്ക് ഇങ്ങനെ ചായ വെറുതെ കുടിക്കുന്നത് ഇഷ്ടമല്ല. അതിൻ്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ചായ കുടിക്കുന്നതാണ് പപ്പയ്ക്ക് ഇഷ്ടം. അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങി വെക്കുന്നതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ചിലപ്പം ബിസ്ക്കറ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ PRS റസ്ക് എന്ന് പറഞ്ഞ റസ്ക് പപ്പ വാങ്ങി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റസ്ക്. അപ്പം ഒന്നുകിൽ ആ റസ്ക് ആയിരിക്കും, അങ്ങനെ അതൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങുവാണ് കേട്ടോ. അപ്പോഴത്തേനും നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കേട്ടോ അവിടെ. അപ്പം അവിടെ കോഴിയുള്ളതുകൊണ്ട് മുട്ട ഉണ്ടായിരുന്നു. അപ്പം മുട്ട എനിക്ക് തന്നു കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോവാണ്. അപ്പം വെളിയിൽ അവിടെ എന്താ പണിയെന്നറിയോ, അവിടെ ഫ്രണ്ടിലൊരു തെങ്ങപ്പുണ്ട്. അപ്പോൾ തേങ്ങ അടത്തിയ വഴിക്ക് മതിലിൻ്റെ മേലിൽ ആ ഓടിൻ്റെ മേലിൽ തേങ്ങ വീണത്രേ. അപ്പം അതിൻ്റെ മേലോട്ട് നിൽക്കുന്ന ആ കൂമ്പൊടിഞ്ഞു പോയി. അപ്പം അത് MC വെച്ച് ശ്രീചേട്ടൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ബൈ ഡാഡി. പണിയൊന്നുമില്ല, ഇങ്ങോട്ടും വരും. മഴയില്ലെങ്കിൽ ഇങ്ങോട്ടും വരും. See you soon. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചേച്ചിയുടെ വീട്ടിൽ കയറി കേട്ടോ. ചേച്ചി മീൻസ് നാത്തോൻ്റെ വീട്ടിൽ പോയിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ വന്നത്. അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്യാൻറ്റീനിലൊക്കെ പോയി വന്നപ്പോഴത്തേനും കുറേ ലേറ്റായി കേട്ടോ. ഇപ്പോൾ സമയം 10:30 ആയല്ലേ. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് വന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ പപ്പ എടുത്ത് കയറി അവിടെ കുറേ നേരം ഇരുന്ന് അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേന് 8 മണിയായി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇപ്പോൾ രാത്രി 10:30ക്കാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം പല സമയമായി കഴിഞ്ഞാൽ പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞങ്ങോട്ട് ദീർഘിപ്പിക്കുന്നില്ല. അപ്പം ഞങ്ങളിന്ന് ക്യാൻറ്റീനിൽ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചെന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യമേ തന്നെ ഇതൊരു പുതിയ കമ്പനി. ഞങ്ങൾ പിന്നെ കുറച്ച് ദിവസത്തേനല്ലേ ഉള്ളൂ, അതുകൊണ്ട് കമ്പനി ഒന്നും നോക്കി ഞങ്ങൾ വാങ്ങിച്ചില്ല. എന്നിട്ട് മോർ ലൈറ്റ് എക്സ്ട്രാ പവർ ലിക്വിഡ് എന്ന് പറഞ്ഞിട്ട് ഡിറ്റർജൻറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ബാസ്ക്കറ്റ് ഫ്രീ ഉണ്ട് കേട്ടോ. അത് കിട്ടി. അവിടെ വേസ്റ്റ് അങ്ങ് ഇട്ട് വെക്കാൻ മക്കളെടുത്തുകൊണ്ട് പോയത്. അപ്പം അതിൻ്റെ കൂടെ അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ പാലുകാച്ചിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിട്ട് നമ്മൾ വാങ്ങിച്ചത്. അതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര, പിന്നെ കശുവണ്ടി, കിസ്മിസ്, പിന്നെ ഇത് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ കായം. പിന്നെ വേണ്ട കുറച്ച് ഉഴുന്ന് വാങ്ങിച്ചു, മട്ടർ വാങ്ങിച്ചു, ഉലുവ വാങ്ങിച്ചു, പിന്നെ ഗരം മസാലയുടെ പാക്കറ്റ് ഉണ്ട്, പിന്നെ തുവര. നമ്മൾ പാലുകാച്ച് കഴിഞ്ഞിട്ട് ഒരു 5-6 ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് ഡൽഹിക്ക് പോകണം. അപ്പം 5-6 ദിവസത്തിന് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ മാത്രമാണ് കേട്ടോ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. കാരണം പാത്രങ്ങളൊന്നുമില്ല. അപ്പം ഇച്ചിരി പാത്രത്തിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ, അങ്ങനെ. പിന്നെ ഏലക്ക, ഇതൊക്കെ പാല് കാച്ചിട്ട് പായസം വെക്കത്തില്ല, അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ജീരകം, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, വേറൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ പായസം വെക്കാൻ വേണ്ടിയിട്ട് പാലട ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഡബിൾ ഹോൾസിൻ്റെ പാലടയാണ്. ഈ പാലട മെനഞ്ഞാന്ന് നമ്മൾ ഈ പാലട ഞങ്ങൾ ഇവിടത്തേക്ക് പാലട വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കടയിൽ പോയിട്ട് പാലട വാങ്ങിച്ചേ. സെയിം ഇതേ പാക്കറ്റ് തന്നെയാണ്. അവർ 43 രൂപയാണ് കേട്ടോ എടുത്തത്. ക്യാൻറ്റീനിൽ ഇതിന് 33 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത്. ക്യാൻറ്റീനിൽ പോയി കണ്ടപ്പോൾ ഞങ്ങളൊരു 3-4 പാക്കറ്റ് എടുത്തു. കാരണം ഡൽഹിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ, അവിടെ ഇത് കിട്ടാറില്ല. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പാലട. അപ്പോൾ അതുകൊണ്ട് ഞാനത് വാങ്ങിയിട്ടുണ്ട് പാലട. അപ്പോൾ ഇവിടെ പായസം വെക്കാനും കൊണ്ടുപോകാനും കൂടി ചേർത്താണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ ക്യാൻറ്റീനിൽ ഇപ്പോൾ ഓൾറെഡി എന്താ പറയുന്നത്, ഈ കാർഡിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടക്കുവാണ് കേട്ടോ. അത് കാരണം സാധനങ്ങളൊക്കെ ഭയങ്കര കുറവാണ്, ഒന്നും ഇല്ലയെന്ന് തന്നെ പറയാം. ഇത്രയൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. വേറെ ഞങ്ങൾക്ക് കുക്കറൊക്കെ വേണമായിരുന്നു, കുക്കറൊന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങൾ വാങ്ങിയില്ല, വെളിയിൽ നിന്നും വാങ്ങിച്ചില്ല. അതാ ക്യാൻറ്റീനിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഇത് ഞാൻ മറന്നുപോയി കാണിക്കാൻ വേണ്ടിയിട്ട്. ഒരു നൈറ്റി വാങ്ങിച്ച 249. ഇത് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചു, അവിടെ ഭയങ്കര ചൂടാണ്. അപ്പം ഒരു നൈറ്റി മേടിച്ചു. പിന്നെ ഇതാ 5 കിലോയുടെ ആട്ട മേടിച്ചിട്ടുണ്ട്.
ഇത്രയും സാധനമാണ് കേട്ടോ ക്യാൻറ്റീനിൽ നിന്ന് കിട്ടിയത്. പിന്നെ അവിടെ കയറിയിട്ട് വരുന്ന വഴിക്ക് വേറൊരു കടയിലേക്ക് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് കാണിക്കാം കേട്ടോ. എന്താ ഒരു തവ വാങ്ങിച്ച്, ഇതൊക്കെ തൂക്കിയാണ് കേട്ടോ കടയിൽ നിന്ന് തരുന്നത്. വിളക്കും ഒക്കെ വാങ്ങിക്കുന്നത് ഞാൻ ഇതിന് തൊട്ട് മുന്നുള്ള വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിളക്ക് വാങ്ങിക്കുന്നതും കിണ്ടി വാങ്ങിച്ചൊക്കെ പാല് കാച്ചിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു തവ, ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തവ വാങ്ങിച്ചു. ഇതെല്ലാം തൂക്കിയുള്ള കച്ചവടമാണ്. ഇതാ ഒരു ഗ്ലാസ് മാത്രം, ഇത് എനിക്ക് അളന്നെടുക്കാൻ അരിയൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വാങ്ങിച്ചു. പിന്നെ ഇത് ചോറ് വിളമ്പുന്ന ഒരു തവി. പിന്നെ അതാ ഒരുപാട് കടയിൽ ഞാൻ നോക്കി നടന്നൊരു സംഭവമാണ് കേട്ടോ. ഇതേണ്ട ചെറിയ സ്പൂണ്, ഇതേണ്ട ഈ മസാല സ്പൂൺ എനിക്ക് എങ്ങും കിട്ടിയില്ലായിരുന്നു. ഞാൻ ക്യാൻറ്റീനിലൊക്കെ പോയപ്പം ചോദിച്ചതാണ്, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഇത് ഒരു സ്പൂണ് 5 രൂപയാണ് കേട്ടോ. ഇത് തൂക്കിയല്ല തന്നത്, ഇത് ഒരു സ്പൂൺ 5 രൂപയ്ക്കാണ് അവർ തന്നത്. പിന്നെ ഒരു പ്ലേറ്റ് വാങ്ങിച്ചു. ഇതാ പിന്നെ വാങ്ങിയത് ഇതാ ഈ ഒരു കടായിയാണ് കേട്ടോ. അപ്പം ഇത് തൂക്കിയാണ് കേട്ടോ തന്നത്. ഇതിന് ഈ അടപ്പ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. അപ്പം ഇതാണ് അവർ നമുക്ക് തൂക്കി തന്ന കടായി. ഇത് ഇൻഡാലിയുള്ള അലോയ് ആണ് കേട്ടോ. അപ്പം വേറെ പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാമല്ലോ, മീൻകറി വല്ലതും വെക്കാനൊക്കെ മൾട്ടിപ്പർപ്പസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് വാങ്ങിച്ചത്. ഇതിന് 980 രൂപയായി, 1.5 കിലോ. പിന്നെ ഈ അടപ്പ് നമ്മളല്ലാണ്ട് സെപ്പറേറ്റ് വാങ്ങിയതാണ്. അങ്ങനെ ഇതെല്ലാം കൂടി അവിടെ നിന്ന് മേടിച്ചു. ഇത്രയും സാധനമാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിലൊക്കെ പോയിട്ട് വന്നപ്പോഴേ നമ്മൾ ഓൺലൈൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അത് വന്നത്. അപ്പം 2-3 ഐറ്റംസ് ഉണ്ട്. കിച്ചണിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പം ഇത് ഞാൻ വിചാരിക്കുന്ന അടുത്തൊരു ഷോർട്സ് ആയിട്ട് വല്ലതും ഇടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. കാരണം ഇതിൻ്റെ കൂടെ ഇടുവാണെങ്കിൽ മേ ബി അത് ലെങ്തി ആയിരിക്കും വീഡിയോ. അപ്പം ഇത് ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പം നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ക്യാൻറ്റീനിലെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.